ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞിരുന്നു എൻ്റെ വെണ്ടയൊക്കെ വളർന്നു വന്നിട്ട് വേര് പിടിച്ചു, പക്ഷെ അവനൊന്നും മരച്ചു നിൽക്കുന്നത് പോലെയാണ് തോന്നുന്നത്. ഇച്ചിരി പിണ്ണാക്ക് നമുക്ക് കലക്കി ഒഴിക്കാമെന്നൊക്കെ നിങ്ങളോട് പറഞ്ഞായിരുന്നു. അപ്പം ഞാനിപ്പോൾ പിണ്ണാക്ക് ഒഴിച്ചിട്ട് 3 ദിവസമേ ആയിട്ടുള്ളൂ. നമ്മുടെ വെണ്ടയുടെ ആ ഒരു വന്ന മാറ്റം നിങ്ങൾക്ക് കാണണ്ടേ. വെണ്ട അത്യാവശ്യം തന്നെ നന്നായിട്ട് ഒരു ഇത് വന്നിട്ടുണ്ട്. പക്ഷെ ഈ വെണ്ട വന്നപ്പോ തന്നെ നോക്കിക്ക് വീട്ടിലൊരു പൂവായിട്ടാ വരുന്നത്. കണ്ടോ, ഇവൻ അങ്ങനെ ചെറുപ്പത്തിൽ പൂക്കണ്ട. ചെറുപ്പത്തിൽ ഇവൻ പൂത്തു കഴിഞ്ഞാൽ ഈ വെണ്ടയുടെ ആയുസ് പെട്ടെന്ന് പോകും, തീരും. അപ്പൊ അത് കാരണം നമ്മൾ ഇങ്ങനെ കാണുമ്പോഴേ തന്നെ ആദ്യത്തെ ആ ഒരു വെണ്ടൊക്കെ പൂ കിട്ടിയില്ലെന്നും പറഞ്ഞ് അതിന് വിഷമിക്കുകയൊന്നും വേണ്ട. അതങ്ങനെ നമ്മൾ നുള്ളിക്കളഞ്ഞേക്കണം ആദ്യമേ തന്നെ. അപ്പൊ ഇവൻ ഒത്തിരി കൂടി ഹെൽത്തി ആയിട്ട് വളർന്നു വരും. ഇപ്പൊ നമുക്ക് ഇഷ്ടം പോലെ വെണ്ടക്ക വേറെ കിട്ടും. അങ്ങനെ എന്റെ വെണ്ടയുടെ ആ ചെടിയെല്ലാം അത്യാവശ്യം തന്നെ നിങ്ങൾ ആദ്യത്തെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നല്ല രീതിക്ക് തന്നെ അവൻ വലുതായി വന്നിട്ടുണ്ട്. ഞാൻ 3 ദിവസമായിട്ടുള്ള പിണ്ണാക്കും കഞ്ഞിവെള്ളമൊക്കെ കൂടി ഒഴിച്ചിട്ട് നേർപ്പിച്ചൊഴിച്ചിട്ട് 3 ദിവസമേ ഉള്ളൂ. 3 ദിവസം കൊണ്ട് ഇത്രയും മാറ്റം നമ്മുടെ വെണ്ടയ്ക്ക് വന്നു. പിന്നെ എനിക്ക് കൃഷിഭവനിൽ നിന്നും കിട്ടിയ തക്കാളികള് ഇങ്ങനെ ചെറിയൊരു ബാഗിലോട്ട് മാറ്റി. കാര്യം എന്നാന്ന് പറഞ്ഞാല് പെട്ടെന്നൊരു ബാഗ് എല്ലാം എന്നെ കൊണ്ട് നിറച്ച് മേളിൽ കൊണ്ടുവന്ന് വെച്ച് ഒറ്റ ദിവസം കൊണ്ട് തന്നെ എനിക്ക് ഇവനെ എടുക്കാൻ പറ്റാത്തത് കാരണം ഞാനത് ഈ പോട്ടിന്ന് ഇതിനകത്തോട്ട് മാറ്റി. അപ്പം ഇതിനകത്ത് നിൽക്കുന്നതിനേക്കാൾ ഇനിയിപ്പോ ഒരാഴ്ച വേണമെങ്കിൽ ഇവൻ ഇതിനകത്ത് നിന്നാലും വലിയ പ്രശ്നം വരാത്ത രീതിക്ക് നിൽക്കും. ഞാൻ ഇങ്ങനെയാണ് സാധാരണ എനിക്ക് ഒത്തിരി തൈകൾ കിട്ടുമ്പോൾ ചെയ്യുന്നത്. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ നമുക്ക് കുറച്ച് ചാക്കുകൾ കിട്ടിയെന്ന്. തൽക്കാലം ഇങ്ങനെ ഇതായിരുന്നു ആ ചാക്ക്. ഞാൻ അതിനകത്ത് കുറേശ്ശെ മണ്ണ് നിറച്ച് നമ്മുടെ മുളക് തൈകളെ ഇങ്ങനെ കുറച്ച് ഒരു 8 ബാഗ് 2, 4, 6 ചാക്കിനകത്തും 2 ചട്ടിയിലുമായിട്ട് 8 എണ്ണം ഞാൻ അങ്ങനെ നട്ടു. അപ്പം എൻ്റെ ടെറസ് സജീവമായി കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ സന്തോഷം ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. പിന്നെ അതിനേക്കാൾ ഒത്തിരി ഇത് നമുക്ക് ഒത്തിരി കാര്യങ്ങളുണ്ട്. മാനസികമായിട്ടും നമുക്ക് ഒത്തിരി ഒരു സന്തോഷം തരുന്നുണ്ട് ഇതിനകത്തോട്ട് വരുമ്പോഴത്തേക്കും. കുറെ സമയങ്ങളിൽ നമ്മളിങ്ങനെ മാറുമ്പോൾ അപ്പൊ ഞാൻ വിചാരിച്ചു നമ്മുടെ പച്ചക്കറി കുറച്ച് ഉണ്ടായത് നമുക്ക് കുറച്ച് വിളവെടുത്തേക്കാണ്. കാര്യം നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവും. എൻ്റെ താഴത്തെ ഈ ഭാഗത്തൊക്കെ ഇവിടെയൊക്കെ തക്കാളി രീതിയുണ്ട്. ഇവിടെയൊക്കെ തക്കാളി നിന്നിരുന്നാണ്, അതൊന്നും കാണാനില്ലത്. അവിടെയും ആ ഭാഗത്തൊക്കെ 1-2 തക്കാളി നമുക്ക് മിസ്സിങ് ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അതിന്റെ ഉത്തരവാദി എന്റെ പട്ടിക്കുട്ടികളാണെന്നാണ് തോന്നുന്നത്. കാര്യം എന്താന്ന് പറഞ്ഞാൽ ഈ ബോളായിട്ടുള്ള എന്ത് സാധനം കണ്ടാലും ഇവര് കടിച്ചോണ്ട് പോകും. അപ്പൊ രാത്രി ഇഷ്ടന്മാർ ഇതിന്റെ മേളിലാണ് കിടപ്പ്. അപ്പം എനിക്ക് തോന്നുന്നു അവര് ഈ തക്കാളി കടിച്ച് താഴ്ത്തുന്നവർ എടുത്തോണ്ട് പോയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഇത് മൂത്ത തക്കാളികളാണ്. അപ്പം ഇത് നമ്മള് കട്ട് ചെയ്ത് വെച്ചാലും നമ്മുടെ വീട്ടിൽ ഇരുന്ന് തന്നെ അവൻ തക്കാളി അങ്ങ് പഴുത്തോളും. വെച്ചാൽ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ട് വെറുതെ കളയേണ്ട കാര്യമില്ല. കാര്യം എനിക്ക് ഇതിനകത്ത് നിന്നൊരു 4 കാ പോയിട്ട് ഭയങ്കര സങ്കടം. എന്നാന്ന് വെച്ചാല് അവന്മാര് കടിച്ചോണ്ട് പോയത് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. കാര്യം എന്താന്ന് വെച്ചാൽ ഇന്നലെ രാത്രിയിൽ ഈ ടെറസിന്റെ മേളിൽ ഭയങ്കര കളിയായിരുന്നു. പിന്നെ അവന്മാരായത് കാരണം ഇന്നലെ ഭയങ്കര കളി കൂടി ഞങ്ങളുടെ ചെരുപ്പ് കയറി അവന്മാര് കടിച്ചു മുറിച്ചു കളഞ്ഞു. അപ്പൊ അത് കാരണം ഇനി ഈ തക്കാളിന് പാകമായതിന് ഞാനിങ്ങനെ കട്ട് ചെയ്തെടുക്കുക. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് വെച്ചിട്ട് വെറുതെ അവർക്കാണെങ്കിൽ കളഞ്ഞ് വെറുതെ അവരെയും തല്ലേണ്ട കാര്യമില്ല. അപ്പൊ ഞാൻ ഓർത്ത് കൂടുതൽ കാണുമ്പോ അവർക്കൊരു രസം തോന്നി കടിച്ചെടുത്തതാവാം. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട് കേട്ടോ. അത് താഴെ നോക്കിക്ക് പേര് ആ കാണുന്ന ചിക്കു മുഴുവൻ പഴുത്ത് കിടക്കുവാണ്. അപ്പൊ ഇഷ്ടം പോലെ ഈ ചെറിയ പക്ഷികളും വവ്വാലും വന്ന് അത് തിന്നുന്നുണ്ട്. പിന്നെ ഇത് മൂത്ത് കിടക്കുന്ന ഈ തക്കാളിക്കേനെ കണ്ടിട്ട് അവന്മാർ ഇങ്ങോട്ട് കയറണ്ടല്ലോ. അത് കാരണം ഞാൻ ഇവനെല്ലാം അങ്ങ് വിളവെടുത്തേക്കുവാണ്. മൂത്തത് മാത്രം. മൂത്തത് കാണുമ്പോൾ നമുക്കറിയാം ഇതിനൊരു കളർ വ്യത്യാസമുണ്ട്. അപ്പം അപ്പുറത്തതിന് ഞാൻ 2-3 എണ്ണം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. കട്ട് ചെയ്ത് വേറെ മാറ്റുവാണ്. പക്ഷെ ഇത് കട്ട് ചെയ്ത് മാറ്റുമ്പോഴത്തേക്കുണ്ടല്ലോ ഇനി ഇത് കാണുന്നുണ്ട്. ഇത് കട്ട് ചെയ്ത് നമ്മൾ ഈ ഒരു പരുവത്തിൽ അങ്ങ് മാറ്റി കഴിഞ്ഞാൽ നമ്മളിത് ഒത്തിരി മൂത്ത് പഴുത്ത് നമ്മൾ ഇതിന്റെ ഭംഗി കണ്ടിരുന്നാൽ ഇനി അങ്ങോട്ട് ഉണ്ടാകുമ്പോഴത്തേക്കും മറ്റുണ്ടായി കിടക്കുന്നതിന് ഒരു വളർച്ച കുറവായിരിക്കും. ഇതിപ്പോ ഇത്രയും കട്ട് ചെയ്ത് നമ്മൾ മാറ്റി കഴിഞ്ഞാൽ ഈ ഉണ്ടായി വരുന്നവരുണ്ടാവുകയും ചെയ്യും, അവർക്കൊരു വളർച്ച കിട്ടുകയും ചെയ്യും. അപ്പം ഈ ഒരു പരുവത്തിൽ തന്നെ
മാറ്റുന്നതായിരിക്കും എനിക്ക് നല്ലത്. പിന്നെ ഓരോരുത്തർ അവരവരുടെ ഇഷ്ടം പോലെ ചെയ്യുക. അപ്പൊ ഞാൻ എന്തായാലും ഉള്ളത് കളയണ്ടല്ലോ. 5-6 നമുക്ക് കിട്ടുന്നത് ഇത്രയും കഷ്ടപ്പെട്ടല്ലേ. നമുക്ക് എന്തോരം മേളിൽ ഈ മണ്ണൊക്കെ ചുമന്നുണ്ടെന്ന കാര്യം ഓർക്കുമ്പോഴത്തേക്കും അറിയാലോ. അപ്പൊ ഞാൻ ഇവിടെ എനിക്ക് തോന്നുന്നു ഇവിടെ 2 കൂടി കട്ട് ചെയ്തെടുക്കണം. ഇല്ല, ആയിട്ടില്ല. ഇതും ആയിട്ടില്ല. വേറെണ്ണം ആയെങ്കിലും അതിന്റെ ഇവിടെ കിടക്കട്ടെ. ഒരു 2-3 ദിവസം കഴിഞ്ഞ് അവരെ കട്ട് ചെയ്യുക. അപ്പൊ ഇനി ഇതിനകത്തുനിന്ന് ഞാൻ കട്ട് ചെയ്തത് ഇപ്പൊ 2, 4, 6, 8, 10 തക്കാളി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ കണ്ടോളാം അടുത്ത ദിവസം. ഇപ്പൊ ഇത് കണ്ട പുതിയതായിട്ട് ഉണ്ടായി വരുന്ന രീതി കണ്ടത്. ഈ തക്കാളികളൊക്കെ തന്നെയാണെങ്കിലും പെട്ടെന്ന് അവർ വലുതായി വന്നോളും. എന്നാന്ന് പറഞ്ഞാല് നമ്മൾ ഇത്രയും സാധനം അതിനകത്തുനിന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ വളവും ബാക്കിയുള്ള കാര്യങ്ങൾ ഇവർക്ക് കിട്ടുമ്പോഴത്തേക്കും അവർ ഇച്ചിരി കൂടി നന്നാകും എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. പിന്നെ എന്റെ മോന് പറഞ്ഞത് തക്കാളിക്ക് ഇവിടെ കിടക്കണ്ടോ. അതേ കണ്ടോ, തക്കാളിയൊക്കെ ഇവിടെയൊക്കെ കിടക്കണുണ്ടോ. അത് ഇവന്മാര് പട്ടിയും പൂച്ചയൊക്കെ അവര് തന്നെ കളിച്ച് ഇട്ടേക്കുന്ന, അല്ലാതെ വേറെ വഴിക്ക് അങ്ങനെ പോവുകയല്ല തക്കാളിക്ക്. അല്ലെങ്കിൽ വേറെ പക്ഷികളോ പക്ഷികൾ അങ്ങനെയൊന്നും വെട്ടിക്കൊണ്ടോ പച്ചത്തക്കാളി എനിക്കറിയില്ല. എന്തായാലും എൻ്റെ 4-5 തക്കാളി നഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാനിപ്പം ഇങ്ങനെ ചെയ്യുന്നത്. അപ്പൊ അത്രയും തക്കാളി നമ്മൾ പറിച്ചു. പിന്നെ നമുക്ക് വേറൊരു കാര്യം കാണിക്കാനുണ്ട് കേട്ടോ. ഞാൻ നിങ്ങളെ കാണിച്ചത് ശരിക്കും സൂക്ഷിച്ചുകൂടെ നടക്കണം. എന്താന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ച പോലെ ഒരു കാര്യവും നടക്കാത്ത കൊണ്ട് ടെറസ് എനിക്ക് നല്ല പേടിയാണ്. മഴ പെയ്താല് പിന്നെ ഞാൻ കുറെ കുമ്മായമൊക്കെ ഇട്ട കാരണം പേടിയുണ്ട്. കുറെ ഭാഗമൊക്കെ വെളുത്ത് വരുന്നുണ്ട് കേട്ടോ. ഇതുണ്ടോ എന്റെ പയറിന്റെ ആ ഒരു നീളം കണ്ടോ. ഇത് ഉള്ള കാര്യം പറയാം, നമ്മൾ ഈ നാടൻ പയർ ഉപയോഗിച്ചവർക്ക് ഇത് ഉപയോഗിക്കുമ്പോഴത്തേക്കും അത്ര ഇഷ്ടമൊന്നും തോന്നില്ല. കാര്യം എന്താന്ന് വെച്ചാല് പൂ പൊഴിഞ്ഞു പോകുന്നു. ഇതിന് നമ്മുടെ നാടൻ പയറിന്റെ ഒരു ടേസ്റ്റും ഇല്ല കേട്ടോ. എങ്കിലും പിന്നെ നമ്മൾ പയറാണെന്ന് വിചാരിച്ച് നമുക്കിത് ഉപയോഗിക്കാം. ഇപ്പൊ നമുക്ക് വെറുതെ കിട്ടിയ ദാനം കിട്ടിയ പശുവിന്റെ വായിലിപ്പല്ലുണ്ടോന്ന് നോക്കണ്ടല്ലോ, ചുമ്മാ കിട്ടിയ പയറിന്റെ വിത്തല്ലേ. ഇതെന്താ നീളം നോക്കിക്കോ, എന്താ നീളമെന്ന്. എന്റെ കയ്യുടെ നീളമുണ്ട് ഇപ്പൊ വരണം. ഇത് ഞാനൊരു 10 ഉണ്ടെങ്കിൽ നല്ലൊരു പയറും വെക്കാം അല്ലെ. എന്തായാലും വിഷമിക്കണ്ട, ഞാൻ ഇന്നലെയൊക്കെ എടുക്കുക. കാര്യം എന്താ വെച്ചാൽ ഇത് മൂത്തിട്ടില്ല എങ്കിൽ പോലും ഞാൻ വേറെ ഇത് ഒരെണ്ണമായിട്ട് നിർത്തി കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇതിനകത്ത് വേറെ ഒന്നുമില്ല. അത് പൂ കുത്തിയൊക്കെ വരുന്നേ ഉള്ളൂ. അപ്പം എന്തായാലും ഞാൻ അങ്ങനെ എടുത്തു. പിന്നെ ഇത് ഉണ്ടായതെല്ലാം പല വെറൈറ്റി ആട്ടോ. ഇതെന്താ സാധനമെന്ന് പോലും അറിയാൻ മേല. അതിനകത്ത് എന്തൊക്കെയോ കേടുണ്ട്. എല്ലാം പറക്കി ചെത്ത് ഞാൻ മൂത്തിട്ടില്ല, ഒട്ടും മൂത്തിട്ടില്ല എങ്കിൽ പോലും അതിനെ ചെത്തുവാണ്. അതിനേക്കാൾ രസം ഞാൻ പറഞ്ഞു എനിക്ക് വെറുതെ കിട്ടിയ പയറാണ്. ഒത്തിരി വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത് പച്ച കളർ വേറെ എന്തോ ഒരു തരം പയർ. അവനെ ഞാനങ്ങ് എടുക്കുവാണ്. ഇതിനൊക്കെ അങ്ങ് എടുത്ത് നമുക്ക് ഒരു താഴത്തിലുള്ള കോവക്കായത് അതൊരു പരുന്ത് കണ്ടോ. അല്ല അതേ ഒരു പരുന്ത്. ഇത് എന്താ നമ്മള് വിളവെടുക്കുന്ന പുള്ളിക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. എന്തത് കിടക്കുന്നു, ആരോ വളർത്തുന്നതാന്ന് തോന്നണം. നല്ല പരുന്ത് കിടക്കുന്നു. അങ്ങനെ നമ്മള് പോയത് പരുന്ത് ഇല്ലേ പറക്കുന്നു പോയി. ഒന്ന് നമ്മള് വിളവെടുക്കുന്ന ഇത് കാണാൻ വന്നാന്ന് തോന്നുന്നല്ലോ. ആയിക്കോട്ടെ, എന്തെങ്കിലുമൊക്കെ ആവട്ടെ. അപ്പൊ അതിന് ഞാനങ്ങ് എടുത്തു. പിന്നെ അവർ 2 ദിവസം അവിടെ കിടക്കട്ടെ. ഞാൻ ആദ്യത്തെ ആ ചെറുതെടുത്തതെന്നാന്ന് പറയാം, ഇച്ചിരി കേടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് എടുത്തത്. അപ്പൊ നമുക്ക് ഇത്രയും പയർ കിട്ടി. കുഴപ്പമില്ലല്ലോ, എന്റെ കഷ്ടപ്പാടിന് ചെറിയൊരു ഫലമൊക്കെ ആയി തുടങ്ങുന്നുണ്ടല്ലേ. നല്ല ഇതും പിന്നെ എനിക്ക് തോന്നുന്നു ഈ ഒരു വള്ളിയൊക്കെ ആയതുകൊണ്ടായിരിക്കും ഇതങ്ങ് ഒന്ന് നന്നായിട്ട് പിടിക്കാഞ്ഞത്. സാരമില്ല, വേറെ പയറും തൈയൊക്കെ കൃഷിഭവനിൽ കിട്ടിയിട്ടുണ്ട്, അത് താഴെ ഇരിപ്പുണ്ട്. ഞാനത് പിടിച്ചോട്ടെ. പയർ ഞാനൊന്നും വിളവെടുക്കാൻ നല്ലൊരു ഉദ്ദേശത്തിലല്ല കയറി വന്നത്, അത് കാരണം ഒരു പാത്രമൊന്നും എടുത്തില്ല. പിന്നെ നമുക്ക് കുറച്ച് മുളകുണ്ട്. മുളക് ഞാൻ കുറച്ച് മുളക് കൂടി എടുത്തോണ്ട് പോയേക്കാം. നമുക്ക് മുളകില്ല താഴെ പറിക്കാൻ, വേറെ നമുക്ക് അവിടെ എടുക്കാറുണ്ട്. എങ്കിലും ഞാൻ എടുത്തുനിന്ന് ഈ മുളകിൽ അങ്ങ് എടുക്കുകയാണ്. ഇപ്പം ഞാൻ കഴിഞ്ഞ 2 ദിവസത്തിന് മുന്നേ തന്നെ എന്നെ എടുത്തു. പിന്നെ ആർക്കും സങ്കടം വേണ്ടല്ലോ എന്ന് വെച്ചത് മൂത്തിട്ടില്ലെങ്കിൽ പോലും അതിനെ കൂടി പറിക്കുക. 3 പേരിലും കൂടി ഞാൻ 4 മുളകിനെ പറിച്ചു. പിന്നെ ഈ വഴുതന ഹാർവെസ്റ്റ് ചെയ്യാറായിട്ടില്ല.
ഒരു ആഴ്ചയും കൂടി കഴിഞ്ഞാൽ അത് ആവുകയുള്ളൂ. പിന്നെ വേറൊരു ഇതുണ്ടല്ലോ, ഇതിലൊന്നും പൂ പിടിക്കുന്നില്ല. അതിലൊരു കായ ഉണ്ടായെങ്കിലും ഇതിലൊന്നും പൂ പിടിക്കുന്നില്ല. ഇന്ന് രാവിലെ വന്നിട്ട് ഞാൻ നോക്കിയപ്പോൾ 3 പൂ, ഇന്ന് രാവിലെയും കൂടി ഞാൻ വന്ന് നോക്കിയപ്പോൾ 3 പൂ കൊഴിഞ്ഞു. സാധാരണ എനിക്കറിയാണ്ട് ഇങ്ങനെ കാണുന്ന പൂവൊന്നും നമുക്ക് പിടിക്കുകയില്ല, അത് കൊഴിഞ്ഞു പോകുമെന്നറിയാം. പക്ഷെ ഈ കാണുന്ന പൂ പിടിക്കേണ്ടതാണ്. എന്നാലും ഇതിന്റെ കൂട്ടത്തിന് കാരണം അവനും പിടിക്കണ്ട, അതും പിടിക്കുകയെന്ന് വെക്കാം. പക്ഷെ ഇതുണ്ട്, ഇതിട്ടേന്ന് കാണുന്ന ഈ ഒറ്റപ്പൂ ശരിക്കും പിടിക്കേണ്ടതാണ്. എന്തുകൊണ്ടെന്ന് അറിയില്ല, എനിക്കത് പിടിക്കുന്നില്ല. ഇനി ഞാൻ ഉപയോഗിക്കുന്ന എന്തെങ്കിലും വളത്തിന്റെ പോരായ്മയാണോ നോക്കണം. ഇച്ചിരി ചാരം എന്തെങ്കിലുമൊക്കെ ഒന്നും കൂടി ഇട്ട് നോക്കണം. ചാരം ഇട്ട് വന്നിട്ടിട്ട് കുറേ ദിവസമായി. മുട്ടത്തൊന്നും ചാരമൊക്കെ കൂടി ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട്, അതുകൊണ്ടൊന്ന് ഇട്ട് കൊടുക്കണം. പിന്നെ ഞാൻ പറഞ്ഞത് വെണ്ട നന്നായിട്ട് തന്നെ പിണ്ണാക്ക് ഒഴിച്ച് 3-ാമത്തെ ദിവസം തന്നെ നന്നായിട്ട് ഞാൻ നിങ്ങളെ നിങ്ങളുടെ വീഡിയോയിൽ പറയുകയും ചെയ്തായിരുന്നു കാണിച്ചു തരാനിത്. പിന്നെ ഇവരെന്നെ ശപിക്കുന്നുണ്ടായിരിക്കും. ആദ്യത്തെ വിത്ത് തന്നെ ഞാനത് മുഴുവൻ പറിച്ച് കളയുകയാണ്. കാര്യം എന്താ, വേണ്ട ചെറുപ്പത്തിൽ പൂക്കണ്ട, ചൂട് വലുതാകട്ടെ, എന്നിട്ട് നീയൊക്കെ പൂത്താൽ മതി. വേണ്ടത് അത് നോക്കി, ഒരു കണ്ടന് 2 പൂവൊക്കെ വെച്ച് നിൽക്കണം. ഇച്ചിരി വളർന്നിട്ടാണെങ്കിലും അങ്ങനെ ഉണ്ടാവുകയില്ല. ഇപ്പൊ ആവശ്യമില്ലാത്ത സമയത്ത് നിറച്ചുണ്ടാവുന്നു. വേണ്ട, അങ്ങനെ ഉണ്ടാവണ്ട. അപ്പം എൻ്റെ ഇന്നത്തെ വീഡിയോ എങ്ങനെയുണ്ട്, ഞാൻ ഈ ഹാർവെസ്റ്റ് ഇതെടുത്ത് വിളവെടുപ്പ് എല്ലാം കൂടി നിങ്ങളെ വെച്ച് കാണിച്ചു തരാം. എങ്ങനെയുണ്ട് ഇന്നത്തെ എൻ്റെ വിളവെടുപ്പ്? പച്ചത്തക്കാളിയും കിട്ടി, മുളകും കിട്ടി, ഒരു പയറും കിട്ടി. വളരെ സന്തോഷം. അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ കമൻ്റ് അയക്കണം. ഞാൻ ചെയ്യുന്നതിൽ തെറ്റുകളും കുറവുകളും ഉള്ളത് നിങ്ങൾ കമൻ്റായിട്ട് എന്നെ അറിയിക്കണം. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എനിക്കൊരു ലൈക്ക് തരികയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക.